ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മലയാറ്റൂർ മലയ്ക്കുള്ള പോക്കാണ് കേട്ടോ. ഞങ്ങൾ ഓശാന ഞായറാഴ്ച പോയതാണ്. അപ്പോൾ ബസ്സിലാണ് സാധാരണ ഞങ്ങൾ പോവാറ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മലയുടെ അടുത്തെത്തും തോറും നല്ല രീതിക്ക് മഴ കിട്ടി, എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളതൊക്കെ രണ്ടും കൽപ്പിച്ചു തീരുമാനിച്ച് എന്ത് മല കയറാം, കാരണം മഴ പെയ്താലും പ്രശ്നമില്ല, എന്തെങ്കിലും നമ്മൾ വന്നതാണല്ലോ, അപ്പോൾ പിന്നെ കയറണമല്ലോ. പിന്നെ ഈ ഒരു വ്യൂ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ബസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നല്ല രസമായിരുന്നു ആ തടാകവും ആ മഴയും കാര്യങ്ങളൊക്കെ കാണാനായിട്ടേ. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടാ, ഓട്ടിയിട്ട് കടേരെ മുമ്പിലേക്കാണ് ആദ്യം കയറിയത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ചെറുതായിട്ട് പറഞ്ഞു ഒതുങ്ങി നിൽക്കട്ടാ, ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി നിൽക്കണമെന്നാണോ അത് ഇറങ്ങി പോകാനാണോ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞങ്ങൾ മല കയറി തുടങ്ങി. അപ്പോൾ മഴ നല്ല പോലെ രീതിക്ക് ചാറുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നടത്താൻ തുടങ്ങി. നേരെ മല കയറാനായിട്ട് ആദ്യം പോയി. പിന്നീടാണ് ഓർത്തത് പ്രാരംഭ പ്രാർത്ഥന ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും റിട്ടേൺ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി ഞങ്ങൾ കയറി തുടങ്ങി. അപ്പോൾ സാമാന്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ട്. ഓശാന ഞായറായതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു സമയം ഇതാണ്, നേരത്തോടെ വരാം എന്നുള്ളൊരു സംഭവം. അതായത് ദുഃഖ വെള്ളിയാഴ്ച വേണ്ട, ഓശാന ഞായറാഴ്ച കയറാന്നുള്ള പരിപാടി. പക്ഷേ അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ടീമും തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞങ്ങളിങ്ങനെ എത്തി, ഇങ്ങനെ നടത്തൊക്കെ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുകളായി തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു സൈഡൊക്കെ പിടിച്ച് കയറി, കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുത്ത്. അതായത് ഒരു 1 സ്ഥലമൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ റെസ്റ്റ് എടുക്കലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന മുഖമൊന്നും നോക്കണ്ട കേട്ടാ, ഇതൊക്കെ മുകളിൽ ചെല്ലുമ്പോഴേക്കും പപ്പട വരുമാവും. കാരണം വെച്ചാൽ വിശർത്ത് പട്ടിയാവാന്ന് പറയില്ലേ, ആ പരിപാടി. പിന്നെ വെച്ചാൽ ഞങ്ങൾ ശക്തിയുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് ഈ കൊച്ചൊന്ന് പേടിച്ചായിരുന്നു കേട്ടോ. അതാണ് ആ കൊച്ചിങ്ങനെ ഒരു നോട്ടം നോക്കിയത്. ഞങ്ങൾ നല്ല ഉറക്ക പ്രാർത്ഥനയൊക്കെ എത്തിച്ച് നല്ല പാട്ടൊക്കെ ഉറക്കെ പാടി ഇടമൂടായിട്ടാണ് ഞങ്ങൾ കയറിപ്പോയത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരുവിധമൊക്കെ കയറി പറ്റി തുടങ്ങി. സംഭവം എനിക്ക് വയ്യാണ്ടായില്ലെങ്കിലും കൂടെയുള്ളവർക്ക് വയ്യാണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിൽക്കേണ്ടി വന്നു. സാധാരണ എങ്ങനെയാണുള്ളത് നമ്മൾ പറയാം. അങ്ങനെ ഞങ്ങൾ അവസാനം 14 സ്ഥലം അങ്ങോട്ട് ഓടിച്ച് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വെച്ചാൽ കുറേ നാളായാലോ കയറിയിട്ട്, നമ്മളെല്ലാ പ്രാവശ്യം വരുന്ന സ്ഥലമല്ലല്ലോ, നമുക്ക് ആ സീസൺ ആകുമ്പോൾ നമ്മുടെ ഒറ്റ പ്രാവശ്യമല്ലേ പോകാറുള്ളൂ. അങ്ങനെ പിന്നെ അവിടെയൊക്കെ കയറി പ്രാർത്ഥനയൊക്കെ ചൊല്ലി മാർത്തോമ മണ്ഡപത്തിന് അവിടെ എത്തി. തോമസ് ലീഹയുടെ അവിടെയൊക്കെ പ്രാർത്ഥിച്ച് തൊട്ട് മുത്തി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മളവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി. പിന്നെ സ്വർണ്ണകുരിശും പിന്നെ എന്താ പറയുക ആ പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങളവിടെ ഒരു ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഈ മരം ഞങ്ങൾ ശ്രദ്ധിച്ചേട്ടാ, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ലൈറ്റിൽ കാണാനായിട്ട്. പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമ്മളവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരിപ്പായി. എല്ലാവരും പാറമൊക്കെ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. സാധാരണ ഞങ്ങൾ പൊതുവെ അത് ചെയ്യാറുമുണ്ട്. വേഗം കയറി കഴിഞ്ഞാൽ അവിടെ പോയിട്ടൊന്ന് ഇരിക്കുക, അതൊരു വൈബാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലവും ആ കാറ്റും ഒരു ചെറിയൊരു തണവും, നമ്മളിങ്ങനെ വിശർത്തിരിക്കല്ലേ, അങ്ങനെ തണവ് കാറ്റ് പോലൊക്കെ വരുമ്പോൾ. പിന്നെ മഴ പെയ്ത കാരണം അധികം ചൂടുമില്ല. അപ്പം നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ മുകളിലിരിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി തുടങ്ങി. അപ്പോൾ പിന്നെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തിരക്കായി. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഇറങ്ങുക, ബസ്സിലേക്ക് എത്താന്നുള്ള പരിപാടിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം എന്താണോ കുരിശ് കയറ്റണ പരിപാടി ആരും ഇല്ലേന്ന്. കാരണം പൊതുവെ കുറവായിരുന്നെങ്കിലും ഒരു ടീമിനെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ